ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണം നമ്മുടെ അർജുനാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് രാഘവനുടെ അടുത്തേക്ക് പോവാണ്. അച്ഛൻ എന്തിനാ വെച്ചാൽ അങ്ങനെ ഒരു പെരും കള്ളം അഞ്ജലി എടുത്ത് പറഞ്ഞത് ഇതെല്ലാം ഞാനും അച്ഛനും കൂടി അറിഞ്ഞ നാടകമാണെന്ന് എന്ന് പറയുമ്പോഴേക്കും രാഘവന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയണ്ട്. അപ്പോ അവളതെല്ലാം വിശ്വസിച്ചു. വിശ്വസിച്ചത് മാത്രല്ല, ഇപ്പൊ അവള് പറയാ ഞാനും അച്ഛനും കൂടി ചേർത്ത് നാടകം കളിച്ചിട്ടാ അവള് കല്യാണം കഴിച്ചെന്നൊക്കെ. എന്തിനാ വെച്ചാ അവളുള്ള എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയത്. അല്ലടാ മോനെ, നീ എന്തിനാ ഇപ്പൊ ഇത് പറയാൻ വേണ്ടി ഇവിടെ കയറി വരുന്നത്? ഇത് ചീരവിത്ത് കിട്ടുന്ന സ്ഥലമല്ല, ഇത് രാഘവനുടെ ഓഫീസാ. അഡ്വക്കേറ്റ് രാഘവനുടെ ഓഫീസ്. അച്ഛൻ എന്തിനാ അങ്ങനത്തെ ഒരു കൊടും ചതി എന്നോട് ചെയ്ത്, വിശ്വാസവഞ്ചന എന്നോട് ചെയ്ത്? ഓഹോ, നീയാണോ വിശ്വാസത്തെ കുറിച്ചും വിശ്വാസ വഞ്ചനെ കുറിച്ചും കൊടുത്ത വാക്കിനെ കുറിച്ചൊക്കെ എനിക്ക് ക്ലാസ് എടുക്കുന്നത്? ഇതുപോലത്തെ ഒരു വിശ്വാസം ഞാൻ ഒരാൾക്ക് കൊടുത്തിരുന്നു, കുറുപ്പിന്റെ അടുത്ത്. അദ്ദേഹത്തിന്റെ മകളുടെ നിന്റെ വിവാഹം നടത്തുമെന്ന്. എന്നിട്ട് ആ വാക്ക് നീ തെറ്റിച്ചപ്പോ ഞാൻ അയാൾക്ക് കൊടുത്ത വിശ്വാസം ഉണ്ടല്ലോ, വാക്ക്, അത് തെറ്റിച്ചപ്പോ ഉണ്ടായ വേദന ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന അർജുൻ പറയണ്ട, അതായിരിക്കും അച്ഛൻ സ്വന്തം മകനെ പോലും കൊല്ലാൻ മടിക്കാതിരുന്നതല്ലേ. വാട്ട്, എന്തൊക്കെയാണ് നീ പറയണത്? എനിക്കറിയാച്ച, അച്ഛനല്ലേ എന്നെ കൊന്ന് വെള്ളത്തിൽ തള്ളാൻ വേണ്ടി കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കിയത് ഒരു ദിവസം മുമ്പ്. ഞാനോ? എനിക്കതിന്റെ ഒരു ആവശ്യമില്ല മോനെ. നിന്നെ ഞാൻ കൊല്ലാൻ വേണ്ടി എന്തിനേ ഗുണ്ടകൾ ഏർപ്പാടാക്കണത്? നീ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ കുറച്ച് വിഷം ചേർത്താ പോരെ? ആരും അറിയാനും പോകുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് വല്ല ഗുണ്ടകളെ ഏർപ്പാടാക്കണത്? ഒരുപാട് സംസാരിച്ച നോൺസെൻസ് എന്നൊക്കെ പറയാണ്. ശേഷം അർജുനോട് പറയേണ്ടത്, നീ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലുത് വിശ്വാസമാണ്. അതാണ് നീയും അഞ്ജലി നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകൊച്ചുണ്ടല്ലോ നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ലടാ, ഇറ്റ്സ് ഓവർ എന്ന് പറഞ്ഞിട്ട് അർജുനെ നോക്കിയിട്ട് നമ്മുടെ രാഘവനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാട്ടോ. അർജുനാണെങ്കിൽ ആകെ പ്രാന്ത് പിടിച്ച് ദേഷ്യവും വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കാവ്യേനെയാണ്. കാവ്യ മുറ്റത്ത് അങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്നാണ് കാർത്തിക് അവിടേക്ക് വരുന്നത് കേട്ടോ. കാർത്തിക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ കാവ്യ വേഗം കാർത്തിക്കിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എടാ നീ എത്തിയോ? നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. എടാ നിനക്കൊരു കാര്യം അറിയാവോ? എടാ അച്ഛനെല്ലാം അറിഞ്ഞടാ. എല്ലാം അറിഞ്ഞെന്നോ? എന്തായിരുന്നോ? എടാ അഞ്ജലിനെയാണ് അർജുൻ സ്നേഹിക്കുന്നുള്ള സത്യം അച്ഛൻ അറിഞ്ഞു. അച്ഛനതെങ്ങനെ അറിഞ്ഞു? ഇത് നമുക്കും പിന്നെ അനുപമ ചേച്ചിക്ക് മാത്രം അറിയാവുന്ന സത്യമല്ലേ? അതെ, അച്ഛൻ എങ്ങനെയൊക്കെയോ അറിഞ്ഞു. അച്ഛൻ രാത്രി തന്നെ അത് ചോദിക്കാൻ വേണ്ടി അവിടെ പോവാൻ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ പിടിച്ചു നിർത്തിയത് ഇപ്പൊ രാവിലെ തന്നെ പോയിരിക്കുക. എടാ അച്ഛൻ അവിടെ പോയിട്ട് ഇതിന് പ്രശ്നം ഉണ്ടാക്കാടാ. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ അർജുൻ എനിക്ക് ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറയാട്ടോ. അത് കേൾക്കുന്ന നമ്മുടെ കാർത്തിക് പറയണ്ടേ, എടി നിനക്ക് വട്ടാണോടെ, നിനക്ക് മുഴുപ്രാന്ത് അർജുന്റെ പിന്നാലെ നടക്കാനായിട്ട് മുഴുപ്രാന്ത്. അത് കേൾക്കുമ്പോഴേക്കും കാവ്യ കാർത്തികിന്റെ ഷർട്ടിൽ കയറി പിടിക്കുകയാണ്. നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത്? സത്യം പറഞ്ഞ നീ കാരണമാണ് എന്റെയും അർജുന്റെ വിവാഹം നടക്കാതിരുന്നത്. എല്ലാത്തിനും കാരണക്കാരൻ നീ മാത്രാണ്. എനിക്ക് മാത്രം സ്വന്തം അർജുന. എടി നിനക്ക് അവനോടുള്ള പോലത്തെ സ്നേഹം അവന് നിന്നോടില്ലല്ലോ. പിന്നെ നീ എന്തിനാടി നേരം അർജുൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്? അവനെ മനസ്സിട്ട് നടക്കുന്ന നീ പമ്പര വിഡ്ഢിയാണ്, മന്ദബുദ്ധി, വെറും ഒരു പൊട്ടി മാത്ര. നീ എന്ത് പറഞ്ഞടാ? ഞാൻ ഭ്രാന്തിയാണെന്നോ, ഞാൻ വിഡ്ഢിയാണെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികിന്റെ ഡ്രസ്സിൽ കയറി പിടിച്ച് ഭ്രാന്തിനെ പോലെ പിടിച്ച് വലിച്ചു പൊട്ടിക്കാൻ വേണ്ടി നോക്കാണ് കാവ്യ കേട്ടോ. അത് കണ്ടുകൊണ്ട് അമ്പലത്തിൽ പോയ സേതു അവിടേക്ക് വരുന്നുണ്ട്. എന്റെ ഈശ്വര, രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടുപേരും കൂടി? നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലതിനെ വേണ്ടിയിട്ടാ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് പ്രസാദമൊക്കെ കഴിപ്പിച്ച് വന്നേക്കുന്നത്. ദേ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് സേതു പ്രസാദം കാണിക്കുമ്പോഴേക്കും അത് കണ്ട് കാവ്യക്ക് ദേഷ്യം വരുവാണ്. അമ്മയുടെ ഒരു പ്രസാദം എന്ന് പറഞ്ഞിട്ട് ആ പ്രസാദം നിലത്തേക്ക് ഇടാട്ടോ. ഒരു പ്രസാദമായിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാവോ, അർജുൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇടയിൽ അവള് കയറി വന്നോണ്ടാ എല്ലാം നഷ്ടമായത്. അഞ്ജലി, എനിക്ക് തന്നെ വേണോ അർജുന? എനിക്ക് അർജുൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഇവരെന്നോട് പറയാണേ എനിക്ക് പ്രാന്താണെന്ന്. എനിക്കിങ്ങനെ പ്രാന്താണത്. മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ? നിന്റെ അർജുന്റെ വിവാഹം തടസ്സമില്ലാതെ നടക്കാൻ വേണ്ടിയിട്ടല്ലേ മോളെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത്? അയ്യോ, അമ്മ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തത് എന്റെയും അർജുന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണോ? പിന്നെ അല്ലാതെ അന്ന് നേരത്തെ പറയണ്ടേമേ. ആ പ്രസാദം ഞാൻ തട്ടിക്കളഞ്ഞല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് കാവ്യ വേഗം ആ പ്രസാദം തട്ടിക്കളഞ്ഞില്ലേ അവിടെ പോകുവാട്ടോ. എന്നിട്ട് ആ നിലത്ത് കിടക്കുന്ന പ്രസാദം എടുത്തിട്ട് കുറച്ച് കുങ്കുമം എടുത്തിട്ട് നെറ്റിയിൽ വട്ടം പോലെ വരച്ചു വെക്കുവാണ്. എന്നിട്ട് കുറച്ച് പ്രസാദം അവിടെ വാരി എടുക്കുന്നുണ്ട്. എന്നിട്ട് കാർത്തിക്കിന്റെ നെറ്റിയിലും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടാ നീയും വെക്ക പ്രസാദം, നിനക്കും നല്ലത് വരട്ടെ. അല്ല, ഞാനും അർജുനൻ ഒന്നാവാൻ വേണ്ടിയിട്ടുള്ള പ്രസാദം നീ എന്തിനാ വെക്കണത്? നീ വെക്കണ്ട, മായ്ച്ചുകള എന്ന് പറയാണ്. കാവ്യയുടെ പെരുമാറ്റം കാണുമ്പോഴേക്കും സേതു കാർത്തികോ അത്ഭുതത്തോട് തന്നെ കാവ്യനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ കുറുപ്പ് വരുന്നത്. കുറുപ്പിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ കാവ്യ വേഗം കുറുപ്പിന്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. അച്ഛാ കണ്ടില്ലേ, അമ്മ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് എന്റെയും അർജുന്റെ വിവാഹത്തിന് പെട്ട തടസ്സം നടക്കാൻ വേണ്ടി പൂജയൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുക. അച്ഛൻ അവിടെ പോയിട്ട് എന്തായി, വിവാഹത്തിനുള്ള ഡേറ്റ് എടുത്തോ?
ഇനി വിവാഹത്തിന് ഡേറ്റ് എടുക്കുമ്പോഴേ അർജുന്റെ കൂടി സമ്മതം നോക്കിയിട്ട് അർജുനും കൂടി ഫ്രീ ആയിരിക്കുന്ന ഡേറ്റ് എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അവൻ തിരക്ക് കൊണ്ട് അന്നത്തെ പോലെ ഓടിപ്പോയാലോ. മനസ്സിലായോ അച്ഛാ? ഈ പ്രസാദം കുറച്ച് അച്ഛനും വെച്ചോ എന്ന് പറഞ്ഞിട്ട് കുറിപ്പിന് പ്രസാദം വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കാവ്യ പറയട്ടെ, എന്തായാലും അമ്മ പൂജ ചെയ്തൊന്ന് പ്രസാദം തൊട്ടപ്പോഴേക്കും അച്ഛൻ വന്നല്ലോ കറക്റ്റ് ആയിട്ട്, അത് നല്ല ശുഭലക്ഷണം തന്നെയാണ്. ഞാനേ ഇതുകൊണ്ട് പൂജാ റൂമിൽ വെക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും അർജുൻ ഇഷ്ടം എന്നെ തന്നെയാണ്, ആ അഞ്ജലി വന്നാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് നമ്മുടെ കാവ്യ അകത്ത് കയറി പോകുന്നുണ്ട്. കാവ്യയുടെ സ്വഭാവം മാറ്റം കാണുമ്പോഴേക്കും കുറിപ്പിനും സേതുവിനും അതുപോലെ തന്നെ കാർത്തികിനൊക്കെ വല്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ ആവാണ്. അതായത് കാവ്യക്ക് ഭ്രാന്ത് പിടിച്ചു കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അഞ്ജലിനെയാണ്. അഞ്ജലി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് അർജുൻ വരുന്നുണ്ട്. എടോ അഞ്ജലി, ഞാൻ പറഞ്ഞത് താനൊന്ന് വിശ്വസിക്കണോ? ഞാനിപ്പോ അച്ഛനോട് പോയി ചോദിച്ചിരുന്നു, അച്ഛൻ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? എടോ അച്ഛൻ ചുമ്മാ ഓരോന്ന് കള്ളം പറഞ്ഞ് ഉണ്ടാക്കുവാടോ, ഒരിക്കലും ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും അല്ല അച്ഛൻ പറയണത്. ഞാനൊരു കാര്യം തീരുമാനിച്ചു, നമുക്കൊരു വാടക വീട്ടിലേക്ക് മാറാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് സമാധാനത്തോടെ ജീവിക്കാനോ കോടതിയിലേക്ക് പോകാനോ ഒന്നും പറ്റില്ല. ഇവിടെ രാഘവനുണ്ണി നടത്തുന്ന ഒരു കോടതി പോലെയാണിത്. രാഘവന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചെയ്യണം കേൾക്കണം എന്ന് പറഞ്ഞൊരു കോടതി. ഇവിടെ നമുക്ക് നിൽക്കേണ്ട ഒരു കാര്യമില്ല, നമുക്കൊരു വാടക വീടെടുത്ത് അവിടെ മാറാടോ എന്ന് പറയുമ്പോ അഞ്ജലി പറയണ്ട്, ഇതെന്താ പുതിയ നാടകമാണോ അച്ഛന്റെയും മോന്റെയും? എടോ താൻ എന്താണോ എന്നിങ്ങനെ വിശ്വസിക്കാത്തത്? എടോ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, താൻ എന്നൊന്ന് വിശ്വസിക്കണോ? ഇല്ല അർജുൻ, ഒരിക്കലും ഞാൻ നിങ്ങൾ ഇനി വിശ്വസിക്കില്ല. ഇതെല്ലാം നിങ്ങളുടെ നാടകമാണ്, വെറും നാടകം. എനിക്ക് നിങ്ങളുടെ വിശ്വാസമാണ് ഇപ്പൊ നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശിയും രമ്യ മൂലക്ക് മാറി നിൽക്കണം കേട്ടോ. അർജുൻ പറയുന്നുണ്ട്, എടോ താൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ, താൻ എന്നെ ഒന്ന് മനസ്സിലാക്ക് എന്നൊക്കെ പറയുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട്, അർജുൻ വേണ്ട മതി, അച്ചുമോൻ പോ, ഞങ്ങളെ പെണ്ണുങ്ങളൊന്ന് സംസാരിക്കട്ടെ. മുത്തശ്ശി അത് അച്ചുമോൻ പോയിക്കോ, ഞങ്ങൾ അഞ്ചിനടുത്തൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ അർജുൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അർജുൻ പോയിക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി അഞ്ജലിയുടെ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിനെ മോൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴേക്കും അഞ്ജലി മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കാണ്. ഇത് കേൾക്കുന്നത് രമ്യ പറയുന്നുണ്ട്, ഇതാണ് മുത്തശ്ശി, അർജുന്റെ മുത്തശ്ശി, അതായത് രാഘവനുടെ അമ്മ. അതെ, ഞാനാണ് രാഘവനുടെ അമ്മ, ശിവശങ്കരി എന്ന് പറയാണ്. മോളെ പോലെ LLB ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ പേരിനറ്റത്ത് കുറെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ MA ഒക്കെയാണ് ഞാൻ. പിന്നെ മോൾ അർജുനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. മോള് മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞ മോളെയും കൂട്ടിക്കൊണ്ട് അർജുൻ ഇന്ന് ഈ വീട്ടിലേക്ക് വന്നില്ലേ, അതിന് തൊട്ട് മുമ്പ് വരെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു മോളെയാണ് അർജുൻ സ്നേഹിക്കുന്നതെന്ന്. അത് സത്യം മോളെ, ആർക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു അത്. പിന്നെ അർജുൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം മോളെ. നിനക്കറിയാലോ രാഘവനെ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. അതുപോലെ പോയതാണ്, നിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അർജുനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നട്ടാ കുരുക്കാത്ത കള്ളം പറഞ്ഞത്. ഇതൊക്കെ മോളോട് ഞങ്ങൾ പറഞ്ഞിടേണ്ട കാര്യമില്ലല്ലോ. രാഘവനുടെ സ്വഭാവം ഏറെക്കുറെയൊക്കെ മോൾക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് മോള് അർജുനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും അഞ്ജലി പറയുന്ന, മുത്തശ്ശിയും ചെറിയമ്മയൊക്കെ എന്നോട് ക്ഷമിക്കണം. അർജുൻ എന്നോട് ശരിക്കും പറഞ്ഞ പേര് പോലും മാറ്റിയാണ് പറഞ്ഞത്, രാജീവ് എന്നാ പറഞ്ഞത്. ഞാൻ രാജീവിന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടുകാർ നഷ്ടപ്പെട്ടു, അച്ഛന്, അമ്മേനെ, ആര്യേച്ചിന്, അങ്ങനെ പലതും. എന്നിട്ട് ഇവിടെ വന്നപ്പോഴേക്കും അർജുന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോയതാണ് എന്നൊക്കെ പറയുന്ന അഞ്ജുവിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.